ഇന്ന് നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന കുറച്ച് ജർമ്മൻ വാക്കുകൾ പരിചയപ്പെടാം. ഹോസ്പിറ്റലിന് ക്രാങ്കൻ ഹൗസ് എന്നും വാർഡിന് സ്റ്റച്യോൺ എന്നുമാണ് പറയുക. മെഡിക്കൽ വാർഡിന് ഇന്നറെ സ്റ്റച്യോൺ എന്നും സർജിക്കൽ വാർഡിന് ഷിറൂർഗിഷ സ്റ്റച്യോൺ എന്നും പറയും. ഇനി സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഷിറൂർഗിഷ അബ്റ്റൈലും ഇന്നറെ അബ്റ്റൈലും. രോഗി എന്നുള്ളതിന് പച്യൻറ്റ് എന്നാണ് പറയുക. ഫീമെയിൽ പേഷ്യൻ്റ് ആണെങ്കിൽ പച്യൻറ്റിൻ എന്നും മെയിൽ പേഷ്യൻ്റ് ആണെങ്കിൽ പച്യൻറ്റ് എന്നും പറയും. പരിശോധനകൾക്ക് ഉണ്ടർസൂഹുങ് എന്നാണ് പറയുക. ഉദാഹരണത്തിന് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷന് ബ്ലൂട്ട് ഉണ്ടർസൂഹുങ്, അല്ലെങ്കിൽ CT ചെയ്യുന്നതിന് CT ഉണ്ടർസൂഹുങ്, എക്സ്റേക്ക് പറയുന്നത് റേൺകൻ ഉണ്ടർസൂഹുങ്, MRIക്ക് MRT എന്നാണ് പറയുക. രോഗിയുടെ മുറിക്ക് പച്യൻ്റൻ സിമ്മർ എന്നും രോഗി കിടക്കുന്ന ബെഡിന് പച്യൻ്റൻ ബെഡ് എന്നും പറയും. ബെഡ് ഷീറ്റിന് പറയുന്നത് ബെഡ് ലാക്കൻ. ബെഡ് വിരിക്കുന്ന എല്ലാ തുണികൾക്കും കൂടെ പൊതുവെ പറയുന്നത് ബെഡ് വേഷ എന്നാണ്. രോഗികൾ ധരിക്കുന്ന ഗൗണിന് പറയുന്നത് പച്യൻ്റൻ ഹെംഡ്. നഴ്സസ് ഉപയോഗിക്കുന്ന ഡ്രസ്സിന് പറയുന്നത് ഡീൻസ് ക്ലൈഡർ അല്ലെങ്കിൽ ഫ്ലേഗ ബെക്ലൈഡും. ഹോസ്പിറ്റലിലും ഓൾഡ് ഏജ് ഹോമിലും മറ്റും വിവിധ തരം ട്രോളികൾ നമുക്ക് കാണാം. ഇത്തരം ട്രോളികൾക്ക് വാഗൻ എന്നാണ് പറയുക. എമർജൻസി ട്രോളിക്ക് നോട്ട്ഫാൾ വാഗൻ അല്ലെങ്കിൽ ക്രാഷ് കാർട്ട് എന്ന് പറയും. ഭക്ഷണം കൊണ്ടുവരുന്ന ട്രോളിക്ക് SN വാഗൻ എന്നും. ബെഡ് മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ട്രോളി വേഷവാഗൻ. നഴ്സസ് റൗണ്ട്സിന് ഉപയോഗിക്കുന്ന വണ്ടി ഫ്ലേഗ വാഗൻ. ടോയ്ലറ്റിന് പറയുന്നത് ടോയ്ലറ്റ് അല്ലെങ്കിൽ വെച്ചേ. കുളിക്കാനുള്ള സൗകര്യത്തിന് ബാഡ്സിമ്മർ അല്ലെങ്കിൽ ഡൂഷ്. പരിശോധനാ മുറിക്ക് പറയുന്നത് ഉണ്ടർസൂഹുങ്സ് റൗം. രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്ന സംവിധാനത്തിന് പറയുന്നത് ഔഫ്നാമെ സ്റ്റച്യോൺ അല്ലെങ്കിൽ ഔഫ്നാമെ അബ്റ്റൈലും. കാഷ്വാലിറ്റി അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിന് പറയുന്നത് നോട്ട്ഫാൾ അബ്റ്റൈലും അല്ലെങ്കിൽ നോട്ട്ഫാൾ സ്റ്റച്യോൺ എന്നും പറയും. ഒരു രോഗിയെ അഡ്മിറ്റ് ആക്കുമ്പോൾ ഡോക്ടേഴ്സും നഴ്സസും ഈ രോഗിയുടെ ഹിസ്റ്ററി എടുക്കുന്നുണ്ട്. നഴ്സസ് എടുക്കുന്നത് ഫ്ലേഗറിഷ അനാംനേസ്, ഡോക്ടേഴ്സ് ഹിസ്റ്ററി എടുക്കുന്നതിന് മെഡിസിനിഷ അനാംനേസ് എന്ന് പറയുന്നു. ഒരു രോഗിയെ പുതിയതായി വാർഡിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഡോക്ടേഴ്സും നഴ്സസും അല്ലാതെ മറ്റു ചില ആളുകളും ഈ രോഗിയുടെ കെയറിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഭക്ഷണത്തിൻ്റെ പ്രിഫറൻസ് എല്ലാം ചോദിക്കുന്ന ആളാണ് സർവീസ് ക്രാഫ്റ്റ്. രോഗിയുടെ ചികിത്സ കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള മാനേജ്മെൻറ്റ് അഥവാ ഡിസ്ചാർജ് മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്ന ആളാണ് സോഷ്യൽ ആർബൈറ്ററിൻ അഥവാ സോഷ്യൽ വർക്കർ. ചികിത്സയുടെ ഭാഗമായി ഫിസിയോതെറാപ്പി, എർഗോതെറാപ്പി, ലോഗോപേഡി ഇവയെല്ലാം രോഗിയുടെ റിക്കവറി